ചെക്ക് വേഴ്സസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് രണ്ടും ബാങ്കിലൂടെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ചെക്ക് നോർമലി എല്ലാ ബാങ്കുകളും അവരവരുടെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഒരു സെറ്റ് ഓഫ് ചെക്സ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. എപ്പോഴാണോ അക്കൗണ്ട് ഹോൾഡർ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരതിൽ റെസിപ്പിയൻറ്റിൻ്റെ പേരും എമൗണ്ടും എഴുതി സൈൻ ചെയ്ത് റെസിപ്പിയൻറ്റിന് കൊടുക്കുന്നു. റെസിപ്പിയൻറ്റിൻ്റെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നു. ഇങ്ങനെയാണ് ഒരു ചെക്കിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ കയ്യിൽ എമൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ചെക്ക് ബൗൺസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒരു അക്കൗണ്ട് ഹോൾഡർക്കും ഈവൻ നോൺ അക്കൗണ്ട് ഹോൾഡേഴ്സിനും ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നോൺ അക്കൗണ്ട് ഹോൾഡർ ബാങ്കിലൊരു റിക്വസ്റ്റ് കൊടുക്കും ഡി ഡിക്ക് വേണ്ടിയിട്ട്. അതിൽ റെസിപ്പിയൻറ്റിൻ്റെ പേരും എമൗണ്ടും എലോങ് വിത്ത് ദാറ്റ് എത്രയാണോ എമൗണ്ട് ആ പൈസ അവിടെ അടച്ചിട്ട് അതിൽ നിന്ന് ബാങ്ക് ഇവർക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡി അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നൊരു ഫോം. ഡി പിന്നീട് റെസിപ്പിയൻറ്റിന് കൊടുക്കുന്നു. റെസിപ്പിയൻ്റ് അത് സ്വന്തം ബാങ്കിൽ എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നു. ഇങ്ങനെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ വർക്കിംഗ്. ഇനി ഇത് തമ്മിലുള്ള ചെക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡി പ്രീപെയ്ഡ് ആയതുകൊണ്ട് ഡിസോണർ ആവത്തില്ല. ചെക്ക് പക്ഷേ സഫിഷ്യൻറ്റ് ബാലൻസ് ഇല്ലെങ്കിൽ കൂടെ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇവിടെ ബൗൺസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡി ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ചെക്ക് ഇവിടെ ഇൻഡിവിജ്വലാണ് ഇഷ്യൂ. ചെക്ക് ബുക്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഡി എന്ന് പറയുന്നത് നോൺ അക്കൗണ്ട് ഹോൾഡേഴ്സിനും